നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട. സംസ്ഥാനത്ത് തന്നെ BJP ഏറ്റവും കൂടുതൽ ജയപ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലം. എ ക്ലാസ് മണ്ഡലം ആയതോടുകൂടി ജില്ലയിലെ BJPക്ക് നേതൃത്വം നൽകുന്നവരുടെ ഉത്തരവാദിത്വവും കൂടിയിരിക്കുകയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് പത്തനംതിട്ട BJP. പേര് കേട്ട നേതാക്കളൊന്നും തന്നെയല്ല പത്തനംതിട്ട BJPയുടെ തലപ്പത്തുള്ളത്. പക്ഷേ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും വിജയമായി മാറിയിരിക്കുകയാണ് അവരുടെ സംഘടനാ സംവിധാനം. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന ജില്ല, പരുമലപ്പള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല, പമ്പയുടെ ഓളപ്പരപ്പിന് പോലും ആധ്യാത്മികതയുടെ മന്ദഹാസമാണെങ്കിൽ അതുതന്നെയാണ് പത്തനംതിട്ടയുടെ പ്രൗഢിയും സൗകുമാര്യവും. ആ ആത്മീയതയുടെ ഇളങ്കാറ്റിൽ ശാന്തമായി ഒഴുകിയ നദിയിൽ കാലം തീർത്ത പ്രളയമായിരുന്നു ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിശ്വാസികളോടെടുത്ത നിലപാട്. സാന്നിധ്യം മാത്രം അടയാളപ്പെടുത്തിപ്പോയിരുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനമനസ്സുകളിൽ അനിഷേധ്യ സാന്നിധ്യമായി മാറാൻ ആ സംഭവം വഴിതെളിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജയസാധ്യതയുടെ എ ക്ലാസ് മണ്ഡലമായി പത്തനംതിട്ടയെ ജനം BJPക്ക് എഴുതി കൊടുത്തു. ഒപ്പമൊരു നായകനെയും. കടലാസിലെഴുതിയ കാവ്യമല്ല കളിക്കളത്തിലെ അശ്വമേധമെന്ന് തെളിയിക്കാൻ ആ നായകന് ഇതുവരെയും കഴിഞ്ഞു. അതെ, പറഞ്ഞു വരുന്നത് പത്തനംതിട്ട BJPയുടെ അനിഷേധ്യ നേതാവായ VA സൂരജിനെ പറ്റിയാണ്. ഇന്നുവരെയും അദ്ദേഹത്തെ പറ്റി ഒരു ഓൺലൈൻ മാധ്യമത്തിലും വാർത്ത വന്നിട്ടില്ല. പുകഴ്ത്തി എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടിട്ടില്ല. പെയ്ഡ് പ്രൊമോഷനും ചെയ്യാറില്ല. സെൽഫ് മാർക്കറ്റിംഗിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളുടെ പുറകെ പോകാത്തതാണ് സൂരജിന്റെ മഹത്വവും കുറവും. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ ചിലപ്പോൾ ജനങ്ങൾ അറിഞ്ഞെന്നു വരില്ല. പക്ഷേ പത്തനംതിട്ട BJPയുടെ ടീം വർക്കിനെ ജനങ്ങൾക്ക് അറിയാം. അടൂർ പ്രകാശിന്റെ അപ്രമാദിത്വമുണ്ടായിരുന്ന കോന്നി മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾക്ക് പിറകിൽ VA സൂരജ് എന്ന പഴയ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ കരങ്ങളുണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് പദവിയിലെത്തിയ സൂരജ് ആദ്യം ചെയ്തത് പിണങ്ങി നിൽക്കുന്നവരെയും മാറി നിൽക്കുന്നവരെയും കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ഉദ്യമമായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ BJPയുടെ അധികായർ മുതൽ പുതുതലമുറ നേതാക്കൾ വരെ അതിലുണ്ടായിരുന്നു എന്നതാണ് കൗതുകം. അയിരൂരിന്റെ ജനകീയ മുഖമായ ജനപ്രതിനിധി പ്രദീപ് അയിരൂരും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ആദ്യകാലത്ത് BJPയിലെത്തിയ ബിനുമോൻ എന്ന മിടുക്കനായ സംഘാടകനെയും ഇടത്തും വലത്തും ചേർത്തതോടെ ടീമും സെറ്റ്. ഒപ്പം നിതിൻ ശിവയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ യുവമോർച്ച ടീമും. നിയോജക മണ്ഡലങ്ങൾ മുതൽ ബൂത്ത് വരെ കമ്മിറ്റികൾ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അണികൾ. ജില്ലയുടെ ആ സംഘബലം തന്നെയാണ് ഒരു VIP സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിന് നൽകാൻ കേന്ദ്രത്തിന് ധൈര്യം പകർന്നതും. അനിൽ ആന്റണി എന്ന കേരള രാഷ്ട്രീയത്തിലെ അപ്പോസ്തോലന്റെ മകൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയുമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ BJPക്കൊപ്പം നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളും പ്രതീക്ഷയിലാണ്. അതെ, ടീം പത്തനംതിട്ട ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.